ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ യൂത്ത് എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹാരുൻ്റെ അച്ഛനാണെങ്കിൽ കുഴിച്ചിട്ട് വന്നിട്ട് അവൻ അടിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം പ്രസൻറ്റ് സിറ്റുവേഷൻ അല്ല, മുമ്പ് നടന്ന കുറേ കാര്യങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാരുൻ്റെ അച്ഛൻ ഓരോ ദിവസവും അവനെ കുടിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് അവൻ വിചാരിക്കാറുണ്ട് അങ്ങ് പോയി മരിച്ചാലോ എന്നൊക്കെ. അതേപോലെ തന്നെ അവൻ്റെ അച്ഛനാണെങ്കിൽ കുടിച്ചിട്ട് ഉറങ്ങുന്ന ടൈമിന് അവൻ്റെ അച്ഛനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്ന് പോലും അവൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ അവനത് ചെയ്യത്തില്ല. കാരണം തൻ്റെ അച്ഛനെ പോലത്തെ ഒരു വ്യക്തിയാവാനായിട്ട് ഹാരുവിന് തീരെ താല്പര്യമില്ല. എന്നാൽ അവന് തന്നെ അറിയാം അവൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അങ്ങനെ ആയിത്തീരല്ലേന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതേ ടൈമിൽ തന്നെയാണ് ഒരു ദിവസം ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ അവിടെയുള്ളൊരു സാറ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിൻ്റെ പാവാടയുടെ നീളം നല്ല ചെറുതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പാവാടയെ തൊടുകയും അവളുടെ കാലിൽ തൊടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവനാണെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് ടീച്ചറെ ഈ ചെയ്യുന്നത് മോശം പരിപാടിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കൊണ്ട് ആ പെൺകുട്ടി അവിടെ ഓടി പോകുന്നുണ്ട്. ടീച്ചർ അങ്ങനെ അവൻ്റെ അടുത്ത് വന്നിട്ട് നിനക്കെന്താ വേണ്ടേ, നീയാണെങ്കിൽ എന്തിനാ ഇവിടെ നിന്നിങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്, ഞാൻ നിൻ്റെ വീട്ടുകാരെ വിളിച്ച് പറയട്ടെ, വിളിച്ചാൽ തന്നെ നിൻ്റെ അമ്മയാണെങ്കിൽ വരത്തില്ലല്ലോ, കാരണം നിൻ്റെ അമ്മ നിൻ്റെ അച്ഛനെ ഇട്ടിട്ട് പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അവന് നല്ല ദേഷ്യം വന്നിട്ട് അടിച്ചിൻ്റെ കഴുത്തിലേക്ക് അവൻ പിടിക്കുന്നുണ്ട്. ഈ ഒരു സീനാണ് നമ്മൾ ഈ സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ സീന് ജിന്ന് ഒരു ടീച്ചറിനെ ഇങ്ങനെ പിടിച്ച് ഉപദ്രവിക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുള്ള റീസൺ ഇതായിരുന്നു. അങ്ങനെ ആ ഒരു സീനിന് ശേഷം പിന്നീട് ഹാരുവിൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്ന പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു കാര്യത്തിന് ശേഷമാണ് അവൻ ജിന്നിനെ മീറ്റ് ചെയ്തത്. ജിന്നിനെ മീറ്റ് ചെയ്യുന്ന ടൈമിന് അവന് കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു. ജിന്നിൻ്റെ കൂടെ ക്ലോസ് ആവണമെന്നുള്ള ആഗ്രഹം അവനുണ്ടായി തുടങ്ങി. അതേപോലെ തന്നെ ജീവിതത്തിൽ ഇനി ഒന്നും തനിക്ക് നേടാനില്ല, തനിക്കിനി ജീവിക്കേണ്ട എന്നുള്ള സിറ്റുവേഷനിൽ ജിന്നിൻ്റെ അച്ഛൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും അവന് ഭയങ്കര ആശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ജിന്നിൻ്റെ അച്ഛൻ അവൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ ആവാൻ പോലും കാരണം. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹാരു ആണെങ്കിൽ അവൻ്റെ അമ്മേനെ മീറ്റ് ചെയ്യാറുണ്ട്. അവൻ്റെ അമ്മ അടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെ പുതിയൊരു കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ അച്ഛൻ അവനെ അടിക്കുന്നവരെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അവൻ്റെ അച്ഛൻ്റെ നടിയൊക്കെ കിട്ടിയിട്ട് പിറ്റേ ദിവസം അവൻ്റെ അമ്മേനെ കാണാൻ പോകുമ്പോഴത്തേക്കും അവൻ്റെ മുഖത്തുള്ള മുറിവ് കാണുമ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ട് അച്ഛനെ ടെൻഷൻ ആക്കരുതെന്ന്, അച്ഛനാണ് അടിക്കുന്നതെന്നുള്ള കാര്യം അറിയാണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ കാണിച്ചിട്ട് പിന്നെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നുണ്ട്. ജിന്നും ഹാരുവും കൂടെ ആയിട്ട് ഇപ്പോൾ ജിന്നിൻ്റെ അച്ഛൻ്റെ ആ ഒരു സിനിമയുടെ പ്രീമിയറിന് പോയിരിക്കുമായിരുന്നു. ഇന്നാണ് ആ ദിവസം. അങ്ങനെ അവിടെ തിയേറ്ററിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ഹാരു ആണെങ്കിൽ ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹാരുവിൻ്റെ അമ്മ അവനെ കോൾ ചെയ്തിട്ട് നിനക്ക് ഈ വീക്കെൻഡിൽ വീട്ടിൽ വന്നിരിക്കാൻ താല്പര്യമുണ്ടോ, എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇവിടെ സ്ഥലത്തില്ല, ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ, താല്പര്യം ഉണ്ടെങ്കിൽ 2 ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹാരു ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേസമയം ജിന്നും ഹാരുവിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് അവൻ്റെ അച്ഛനെ ഞാനിവിടെ എത്തിയെന്ന് അറിയാനായിട്ട് വിളിക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ കോൾ എടുക്കുന്നില്ല. ഹാരു ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് ആ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം അവരുടെ വരും ആ ഒരു തിയേറ്ററിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ആ മൂവിയുടെ റിലീസ് ഇന്നായതുകൊണ്ട് തന്നെ സിനിമ ഇടുന്നതിന് മുമ്പായിട്ട് അവൻ്റെ അച്ഛനും ആ സിനിമയിൽ അഭിനയിച്ചവരെല്ലാവരും തന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജിന്നും ഹാരും കാണുന്നുണ്ട്. പിന്നീട് ആ ഒരു സിനിമ ഇരുന്ന് കാണുന്നുണ്ട്. സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ജിന്നും ഹാരും അവിടെ നിന്ന് പുറത്തേക്ക് വരാണ്. അങ്ങനെ ഒരു പാലത്തിൻ്റെ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ജിന്നിൻ്റെ അച്ഛൻ അവനെ കോൾ ചെയ്യുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട് നേരത്തെ നീ വിളിച്ചപ്പോഴത്തേക്കും കോൾ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഇപ്പോഴാണ് മിസ് കോൾ കണ്ടതെന്ന്. ആ സമയം ജിന്ന് പറയുന്നുണ്ട് ഞാൻ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട് അവനാണെങ്കിൽ അച്ഛനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഫോൺ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ടൈമിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് 2-3 ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ അച്ഛൻ ഞാൻ പിന്നെ വിളിക്കാം, പിന്നെ നിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു താങ്ക്സും കൂടെ പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ജിന്നാണെങ്കിൽ ഹാരുവിനോട് പറയുന്നുണ്ട്. ഹാരുവിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം തൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ തന്നോട് താങ്ക് യു പറഞ്ഞെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ. ഈ സമയം ജിന്നാണെങ്കിൽ വേറെന്തോ ചിന്തയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹാരു എന്തു പറ്റി, ഈ സിനിമയുടെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇപ്പോൾ അവർ കണ്ട ഒരു സിനിമ അവൻ്റെ അച്ഛൻ ഡയറക്റ്റ് ചെയ്തത് ഒരു BL സിനിമയായിരുന്നു. അവൻ്റെ അച്ഛൻ എപ്പോഴും മോസ്റ്റ്ലി ഇങ്ങനത്തെ സിനിമാസ് തന്നെയാണ് ചെയ്യുന്നത്. ജിന്നിപ്പോൾ ഹാരുവിൻ്റെ ഈ ഒരു ചോദ്യം കേൾക്കുന്നതും ഹാരുവിനോട് പറയുന്നുണ്ട് ആ സിനിമയിലുള്ളവരെ പോലെയാണോ നമ്മൾ രണ്ടുപേരും ഒന്ന്. ഹാരു അപ്പോൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അതിലുള്ള 2 പയ്യന്മാരുടെ ലൈഫ് പോലെയല്ലേ നമ്മുടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമ്മൾ അങ്ങനെയാണോ ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഹാരുവാണെങ്കിൽ അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് അവനൊന്നും പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ സമയം ഹാരുവാണെങ്കിൽ അവൻ്റെ ഫോണിൽ ജിന്നിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ജിന്നപ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിന്നിൻ്റെ ഫോൺ എടുത്തിട്ട് ഹാരു അവൻ്റെ തന്നെ ഒരു സെൽഫി എടുക്കുന്നുണ്ട്. എന്നിട്ട് ജിന്നിൻ്റെ അടുത്ത് ആ ഒരു ഫോട്ടോ അവൻ്റെ വാൾപേപ്പറായിട്ട് ഇടാൻ പറയുന്നുണ്ട്. എന്നാൽ ജിന്നില്ല എന്ന് പറയുമ്പോൾ ഹാരു തന്നെ അത് വാൾപേപ്പറായിട്ട് ഇടുന്നുണ്ട്. പിന്നീട് നൈറ്റ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ജിന്നാണെങ്കിൽ ഹാരുവിൻ്റെ ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ആ സമയമായിരുന്നു കറക്റ്റ് ഹാരു അവന് ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മെസ്സേജ് നോക്കിയിട്ട് ജിന്ന് അവൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് തിരിച്ച് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ സമയം ഹാരുവും ഇന്നെടുത്ത ജിന്നിൻ്റെ ആ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ട് കിടക്കുമായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം ക്ലാസ്സിൽ ഇൻ്റർവെൽ ആകുന്ന ടൈമിന് ജിന്നും
അവൻ്റെ ഫ്രണ്ട്സും കൂടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ആ സമയം ഹാരു അവന് മെസ്സേജ് ഇട്ടിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വരാൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ സ്കൂളിൽ ഇങ്ങനെ സ്വിമ്മിംഗ് ക്ലാസ്സൊക്കെ കാണും. സോ ആ ഒരു ഏരിയയിലേക്ക് വരാൻ പറയുന്നതും ജിന്നാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാനാണെങ്കിൽ ടീച്ചറിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിലൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അവനങ്ങനെ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലൊക്കെ ചെന്ന് നോക്കുന്നുണ്ട്. ആ സമയം ഫസ്റ്റ് ഹാരുവിനെ കാണുന്നില്ല. അവനിത് എവിടെയാണെന്ന് നോക്കുമ്പോഴത്തേക്കും ഹാരു ഞാൻ ദാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജിന്നിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ നേരെ ഹാരുവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹാരു ആണെങ്കിൽ നിനക്ക് ഈ കടലൊക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ കുഴപ്പമില്ല, എനിക്ക് അതിൻ്റെ അടുത്ത് ഇഷ്ടക്കേടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഹാരു അപ്പോൾ എൻ്റെ അമ്മ താമസിക്കുന്നത് കടലിൻ്റെ അടുത്തായിട്ടുള്ളൊരു വീട്ടിലാണ്, എൻ്റെ അമ്മ 2 ദിവസം അങ്ങോട്ടേക്ക് പോയി നിൽക്കുന്നു എന്നും ചോദിച്ചായിരുന്നു. കാരണം ഹസ്ബൻഡാണെങ്കിൽ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പോവാമെന്നാണ് വിചാരിക്കുന്നത്, നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് ഞാൻ വന്നാൽ ശരിയാകുമോ എന്നിങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഹാരു അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് അത്ര സുഖമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല, നീയും കൂടെ വരാനായിട്ട് പറയുന്നുണ്ട്. ജിന്നപ്പോൾ ഓക്കെ ഞാൻ വരാം, പക്ഷെ നമുക്ക് സെപ്പറേറ്റ് പോയാൽ മതി, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നതും പെട്ടെന്ന് ഹാരു ജിന്നിൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട് അവനൊന്ന് കിസ് ചെയ്യുകയാണ്. ആ സമയം ജിന്ന് സ്കൂളിൽ വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയം ഹാരു സ്കൂളിൽ വെച്ച് ചെയ്യല്ലേന്നു, അപ്പോൾ പുറത്ത് വെച്ച് ചെയ്യാമോ എന്നുള്ള രീതിയിലൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. എന്നിട്ട് നേരെ ജിന്നിൻ്റെ അടുത്തേക്ക് പോവാണ്. ജിന്ന ആ സമയം എന്നെ ഫോളോ ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ ഹാരുവിനൊന്ന് നോക്കിയിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. ഹാരുവും പുറകെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം തന്നെ അവർ രണ്ടുപേരും നേരെ ബാഗ് പാക്ക് ചെയ്തിട്ട് ബസ്സിൽ ഒരുമിച്ച് അവൻ്റെ അമ്മ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ ബസ്സിൽ ഇരുന്ന് പോകുന്ന ടൈമിൽ ജിന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഹാരു എന്ത് പറ്റി നിനക്ക് വയ്യേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ അല്ല അതല്ല എനിക്കൊരു ടെൻഷൻ എന്നിങ്ങനെ പറയുമ്പോൾ ഹാരു ആണെങ്കിൽ അയ്യോ നീയും കൂടെ ടെൻഷനാണെന്ന് പറയല്ലേ, എനിക്കും ഓൾറെഡി നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പെർഫെക്റ്റ് ലൈനസിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇടാത്തത് അതിൻ്റെ എപ്പിസോഡ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയൊക്കെ കോപ്പിറൈറ്റ് മാറ്റി കൊണ്ടുവരുമായിരുന്നു, എന്നാൽ ഇപ്പോൾ തീരെ കോപ്പിറൈറ്റ് മാറുന്നില്ല. അത് സ്ട്രൈക്കായി കഴിഞ്ഞാൽ പണിയാവും, എത്ര എഡിറ്റ് ചെയ്തിട്ടും കോപ്പിറൈറ്റ് മാറി കിട്ടുന്നേ ഇല്ല. സോ ഞാനത് നിർത്തിയാലോ എന്ന് വിചാരിക്കുക. കാരണം ഇപ്പം തന്നെ എനിക്ക് പല എപ്പിസോഡിനും കോപ്പിറൈറ്റ് കിട്ടി, എന്നാലും എഡിറ്റ് ചെയ്ത് പോയതാണ്. ഇനി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി ടൈം പോവും, പിന്നെ ചെയ്യാനുള്ള സമയമില്ല. കാരണം ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ ഫൈനൽ ഇയറിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകുന്നുള്ള സിറ്റുവേഷനാണ്. സോ വീഡിയോസൊക്കെ ഞാൻ പരമാവധി ഇടാൻ ശ്രമിക്കാം, പക്ഷേ പെർഫെക്റ്റ് ലൈനേഴ്സ് ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവത്തില്ല. എപ്പോഴെങ്കിലും കോപ്പിറൈറ്റ് മാറി കിട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പിറൈറ്റ് മാറ്റി ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളത് സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.